കല്യാണത്തിൻ്റെ 3 ദിവസം മുമ്പ് ഇയാൾ ചോദിച്ചു, ഏതായാലും ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞ് വെച്ചപ്പോൾ നമ്മളെ പരിക്ക് വരല്ലേ, ആ ധൈര്യത്തിലാണ് പോകാൻ വിളിക്കണം, എനിക്ക് ഏത് പർദ്ദ വേണ്ടിയെന്ന് വെച്ച്. ഇവള് പറഞ്ഞു, പർദ്ദയും മൊക്കനെയൊന്നും വേണ്ട, അത് നിങ്ങളന്ന് കാണാൻ വരും പെട്ടതാ, എനിക്ക് പടച്ചോനെ തന്നെ വിശ്വാസമില്ല. നമുക്കിപ്പോൾ ഇൽമൊരു വിഷയമല്ല, വിളക്കൂതിയിരുന്നാൽ മതി. ആണും പെണ്ണൊക്കെ കൂടി വിളക്കൂതിയാണ്ട് ഹൂ ഹൂ ഹൂ, എന്നിട്ട് പിന്നെ കുട്ടികളില്ലാത്തൊരു കുട്ടിയുണ്ടാവും, ഓർപ്പന ഉണ്ടാവുന്ന വിളക്കൂതിയല്ലേ. ഒരു പെണ്ണിനെ പോയി കണ്ടുക്കണം 1 മാസം മുമ്പ്, കല്യാണമൊക്കെ തീരുമാനിച്ചിരിക്കണം, നല്ല പെണ്ണാ, ബാപ്പയാണെങ്കിൽ ആ നാട്ടിൽ കഴുകി തൊടേണ്ട സൈസ്, താജ്വസ്കരിക്കണം ആള്. പെണ്ണിനെ പോയി കണ്ടപ്പോൾ പെണ്ണ് പർദ്ദയും മുക്കനൊക്കെ ഇട്ടിട്ടാണ് ഇയാൾക്ക് ഇഷ്ടപ്പെട്ട്. കല്യാണത്തിൻ്റെ 3 ദിവസം മുമ്പ് ഇയാൾ ചോദിച്ചു, ഏതായാലും ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞ് വെച്ചപ്പോൾ നമ്മളെ പരിക്ക് വരല്ലേ, ആ ധൈര്യത്തിലാണ് പോകാൻ വിളിക്കണം, എനിക്ക് ഏത് പർദ്ദ വേണ്ടിയെന്ന് വെച്ച്. ഇവള് പറഞ്ഞു, പർദ്ദയും മൊക്കനെയൊന്നും വേണ്ട, അത് നിങ്ങളന്ന് കാണാൻ വരും പെട്ടതാ, എനിക്ക് പടച്ചോനെ തന്നെ വിശ്വാസമില്ല. ആര്? നിസ്കാര തമ്പിൾ ആചാര മോള്. ആരോട്? കണ്ട് ഇഷ്ടപ്പെട്ട മദ്രസ മാലിമിനോട്. ഇതാണ് കാലം. കുട്ടികളുടെ ഉള്ളിൽ എത്തിസം കാര്യം കൂടെയാണ്. വാപ്പ അറിയണില്ല, ഉമ്മ അറിയണില്ല, നാട്ടുകാരറിയണില്ല. ഇതാണ് കാലമെന്ന് മറക്കണ്ട. ഔലിയാക്കളായിട്ട് ശരിക്കും സുഹബത്തുണ്ടോ, ഈമാൻ പെട്ടെന്ന് തെറിച്ചു പോവില്ല. അതാണ് യായുല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅ സാദിഖീൻ പറയാൻ കാരണം. ആ തഖ്വ ഉള്ളത് നിലയ്ക്കാനും പിന്നുള്ള ദർജയ്ക്ക് ഉയരാനും സാദിഖിന്റെ സുഹബത്ത് വേണം. മുത്താലിമീങ്ങൾ എവിടേക്കും പോണ്ട, ഇവിടെ ഉണ്ട് സാദിഖീങ്ങൾ, ഇതന്നെ ഇപ്പൊ നിങ്ങൾ ശൈഖന്മാര്. എനിക്കൊരു ത്വരീക്കത്തൊരു ശൈഖില്ല, ഞാൻ എൻ്റെ ഉസ്താദ്മാരെ ദായിമാക്കുന്ന ആളാണ്. അവരെന്നെ ഏറ്റിയാ പൊന്താത്ത മക്കാമില്ല, പിന്നെ എന്തിനാ ഇനി വേറെ ആൾക്കാരെടുത്തോണ്? വേറെ ആൾക്കാരുണ്ടായിക്കോട്ടെ, അവരൊക്കെ ബഹുമാനിക്കുക. എല്ലായിടത്തും പോയിട്ട് ബയ്യത്ത് ചെയ്യണമെന്ന് ആരോ അറിഞ്ഞ്? ഇത് ഏത് മുടക്കാച്ചെറുക്കാണെന്ന് പിന്നെ അറിഞ്ഞ നമ്മളാ കുടുങ്ങിയില്ലേ. ചിലത് പിന്നെ മനസ്സിലാകാം, പെട്ടെന്ന് മനസ്സിലാവൂല, പിന്നെ മനസ്സിലാവും. അപ്പോഴേക്ക് തന്നെ കാറ്റ് പോയിട്ടുണ്ടാവും, ഈമാന്റെ കാറ്റ്. സംഗതി പഞ്ചറായിട്ടുണ്ടാവും, നമ്മളറിയില്ല. സൂചി പഞ്ചറിൽ വണ്ടി ഇങ്ങനെ കുറെ ആണ്ട് ഓടി കിട്ടും, പിന്നെ കാണാം പേടിച്ചോ, അത് പൊട്ടുന്നേരെ കാത്തു കണ്ടാന്ന് ഞാൻ പറഞ്ഞു. ആ ശരീരത്തിന്റെ ലാഹിറിൽ അത് പഠിച്ച് അമല ചെയ്താൽ തന്നെ അല്ല നമ്മളെ രക്ഷപ്പെടുത്തും, വേറെ എങ്ങോട്ടും വേണ്ട. മുത്താലിമീങ്ങൾ തന്നെ ഔലിയാക്കള്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. അകക്കൺ തുറന്നൊന്ന് നോക്കുന്നീ മൂട, ഉൾസാരം വന്നാൽ ഉറങ്ങാമോ കേടാ. ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാരുടെ അരികൽ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, ഓതി പഠിക്കുന്ന കാലത്ത് ദിക്ർ വാങ്ങാൻ പോയപ്പോൾ കൊടുത്ത ദിക്ർ ഫഅല ഫഅല ഫഅലു എന്നതാണ്. ഇതാണ് എന്റെ ദിക്ർ. അതിനാണ് അവർ ആലിമായത്. അല്ലെങ്കിൽ ഒരു മൂലക്കണ്ണാവും ദിക്ർ എന്നൊക്കെ ഇരിക്കണ്, 2-3 മോതിരം ഇട്ടിട്ടുണ്ടാവും. മഹാനായ ശംസുൽ ഉലമ, അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ, അവര് സിറാജുദ്ദീൻ തങ്ങള് ഇ.കെ. ഉമർ മുസ്ലിയാരുടെ വീട്ടിലേക്ക് വന്നാണ്. ഇ.കെ. ഉമർ മുസ്ലിയാരുടെ ഷെയ്ഖാണ് സിറാജുദ്ദീൻ തങ്ങൾ. അള്ളാഹു എല്ലാവർക്കും ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഷെയ്ഖ് സിറാജുദ്ദീൻ റഹിമഹുല്ല എല്ലാവരും സിയാറത്ത് ചെയ്യാൻ പോണല്ല അയിലക്കാട്. അപ്പൊ ഉമർ മുലിയാര് ഇ.കെ. ഉമർ ഷെയ്ഖുനെ ഇ.കെ. ഉമറാജി ജ്യേഷ്ഠനാണല്ലോ ശംസുൽ ഉലമ പറഞ്ഞു, കാക്ക ഒന്ന് പോയി കണ്ടാളെ, നിങ്ങളൊന്ന് പോയി കണ്ടോളിന്നാ. ആരെന്ന് വെച്ച് അത് കിടക്കണ കാര്യമായ മഹാനാണെന്ന് പറഞ്ഞു. ഇതേ ഒരുപാട് സ്ഥലത്ത് പോയിട്ട് ഇൽമ തട്ടിച്ചു നോക്കുമ്പോൾ നമ്മളെ അടുത്തുള്ള തന്നെ വലിയ വലിയ കുത്തുബുകളായിട്ട് അറിയപ്പെട്ട ആൾക്കാരെടുത്തില്ല. ഇനി ഞാൻ മടുത്തിക്കണ്, എവിടെയും പോണില്ല. ഓലൊക്കെ തട്ടിച്ചു നോക്കണത് ഊതിയാൽ സോക്കട് മാറുമെന്നല്ല, ഇൽമ എങ്ങനെയുണ്ട്. നമുക്കിപ്പോ ഇൽമ ഒരു വിഷയമല്ല, വിളക്കൂതിയിരുന്നാൽ മതി. ആണും പെണ്ണൊക്കെ കൂടി വിളക്കൂതിയാണ്ട് ഹൂ ഹൂ ഹൂ, എന്നിട്ട് പിന്നെ കുട്ടികളില്ലാത്തൊരു കുട്ടിയുണ്ടാവും, ഓർപ്പന ഉണ്ടാവുന്ന വിളക്കൂതിയല്ലേ. എന്നിട്ടൊക്കെ അങ്ങനെ കൊട്ടിപ്പാടി കിടക്കുക. അതിന് കുറെ ഏജന്റ്. ഒരു റൂമിൽ ആണും പെണ്ണൊക്കെ കൂടി വിളക്കൂതി എന്നിട്ട് ഹൂന്ന് പറയണ്ടല്ലോ, അല്ലെങ്കിൽ തന്നെ കുട്ടികളുണ്ടാവില്ലേ. എന്റെ അഭിപ്രായം ഹൂ എക്സ്ട്രാ ആയി പോയി, എന്റെ ആവശ്യമില്ല. ഒന്നും പറയാതെ തന്നെ അവിടെ ദിക്റും അംഫാസൊക്കെ വരൂലേ. ഇതൊക്കെ വലിയ കറാമത്തായിട്ട് പറയാം. ഈ മഹാനെ പുറത്തേക്ക് അത്ഭുതം കാണിക്കുന്നതിന് എതിരുള്ള അതാണ് അവരിൽ എന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. കറാമത്ത്, ഏത് കറാമത്ത്? ഫൽ കറാമത്തു ബിമാന ഖവാരിഖിൽ ആദാത്തി ഫലാ ഇബ്റത ലഹ ഇൻദൽ മുഹഖഖീൻ എന്ന് ഇമാം ഷാറാനി രേഖപ്പെടുത്തിയിട്ടുണ്ട് യവാഖീത്തിൽ. ആ കറാമത്ത് നമുക്ക് വലിയ വലിയ കാര്യം അതല്ലേ, ഇവർക്ക് അതൊരു വിഷയമല്ലായിരുന്നു.
ഇവരങ്ങനെ കറാമത്ത് കാണിക്കണ ഔലിയാക്കളെ ചോദ്യം ചെയ്യുന്ന ആൺകുട്ടിയാണ് കിടക്കുന്നത്. നിങ്ങളിറക്കിയ പുസ്തകം വായിച്ചാൽ മതിയാ, കൈ പിടിച്ചാൽ പോരാ, വായിക്കണം. ഞാനതിന്ന് 1 മണിക്കൂർ ഇരുന്ന് വായിച്ചിട്ടുള്ളൂ. ഞാൻ അതുകൊണ്ട് 10 മണിക്കൂർ ഞാൻ ആയത്തോ ഹദീസിട്ടിട്ട് വയലു പറയും. ഞാൻ അത് ശരിയല്ലെങ്കിൽ ഉത്തരവാദികൾ നിങ്ങളാ, ഞാനല്ല. കാരണം ഇതിപ്പോ ഈ മഹാനെ കുറിച്ച് എനിക്ക് ഖുർആൻ കിട്ടൂലല്ലോ. എന്നാളെ ഒരാളിനോട് നിങ്ങൾ മമ്പർദങ്ങളെ കുറിച്ച് ഒരു കറാമത്ത് പറഞ്ഞില്ല, അതെവിടെയെന്ന് വെച്ചു. ഞാൻ എവിടെ എനിക്ക് കാണിച്ചു തരേണ്ടിന്ന് വെച്ചു. ഖുർആനിൽ ഞാൻ ചോദിച്ചു മമ്പർദങ്ങൾ ഉണ്ട് എന്നുള്ള ഖുർആനുണ്ടോ? അല്ല, മമ്പർദങ്ങൾ ഉണ്ട് എന്ന് ആദ്യം ഖുർആനിൽ വേണ്ട, എന്നാലേ കറാമത്ത് ഉണ്ട് എന്ന് പറയാം. ഇത് ആളെന്നെ ഉണ്ടെന്ന് ഖുർആനിലുണ്ടോ? ഇജി ഉണ്ടെന്ന് ഖുർആനിലുണ്ടോ? അതുകൊണ്ട് ഇപ്പൊ ഇല്ലാതാവോ? അപ്പം പറയുന്ന പിന്നെ വെക്കല്ലേ എന്ന് വെച്ചാൽ ഞാൻ വെച്ചാളെ അറിഞ്ഞ ഓരോ കൊസറാങ്കൊള്ളി ചോദ്യങ്ങൾ ഒക്കെ കൂടി ഖുർആനിലുമാണ്. മമ്പുറങ്ങളുടെ ആ കറാമത്ത് അത് എവിടുന്നാ കിട്ടുക? അവിടെ ഉണ്ടോ നോക്കുക, അത് അവിടെ ഉണ്ടാവും. അത് ഉണ്ടെങ്കിൽ പറയാ, വിശ്വാസം ഉണ്ടെങ്കിൽ. എനിക്ക് വിശ്വാസമല്ലേ, ജി സ്വീകരിക്കണ്ട, കഴിഞ്ഞില്ലേ. പിന്നെ കറാമത്ത് കാണിക്കും, അതെങ്ങനെ അത് ശരി. നമ്മളെ എങ്ങനെയെന്ന് ചിന്തിച്ചാൽ പിടുത്തം കിട്ടുന്നതിന് പിന്നെ കറാമത്ത് എന്ന് പറയണോ? എങ്ങനെയെന്ന് എത്ര ചിന്തിച്ചാലും പിടുത്തം കിട്ടാത്തതിനാണ് ഇപ്പൊ ഈ കറാമത്ത് എന്ന് പറയാം. എന്നിട്ട് മൂപ്പന അതിപ്പോ എങ്ങനെ എന്താ നിനക്ക് പറയാ? അല്ല, ഓനക്കല്ലേ നെല്ലിക്ക വെള്ളം തൊള്ളി കൂടെ പറഞ്ഞു കൊടുക്കണ്ടേ?